ഹായ് ഗൈസ്, ഡീമൺ സ്ലെയർ ആനിമേ സീരീസ് സീസൺ 1 എപ്പിസോഡ് 1 ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഡീമൺസും മനുഷ്യനെ തിന്നുന്നൊരു വേൾഡ്. അവിടെ ടാൻജിരോ എന്ന ഹീറോയുടെ കുടുംബത്തെ ഒരു ഡീമൺ കൊല്ലുകയാണ്. കൂടാതെ ഹീറോയുടെ അനിയത്തി നെസുക്കോ ഒരു ഡീമണായി മാറുകയും തുടർന്ന് ടാൻജിരോ ഒരു ഡീമൺ സ്ലെയറായി ഡീമൺസിനോട് ഫൈറ്റ് ചെയ്ത് തൻ്റെ അനിയത്തിയെ എങ്ങനെയെങ്കിലും ഹ്യൂമൻ ആക്കാനും ശ്രമിക്കുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഈ കഥയുടെ സാരാംശം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാൻ ശ്രമിച്ച് അനിമെ മനസ്സിലാക്കുക. സോ അനിമെ ആൻഡ് മൂവി ലവേഴ്സ്, വെൽക്കം ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ടാൻജിരോ തൻ്റെ അനിയത്തിയായ നെസുക്കോയും തോളിലേറ്റി മഞ്ഞിലൂടെ നടന്നു വരികയാണ്. നെസുക്കോയുടെ തലയിൽ നിറയെ ചോരയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ടാൻജിരോ മനസ്സിലിങ്ങനെ പറയുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു? നെസുക്കോ മരിക്കില്ലേ, നിന്നെ ഞാൻ മരിക്കാൻ സമ്മതിക്കില്ല, എന്ത് വില കൊടുത്തു നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. പിന്നെ കാണിക്കുന്നത് കുറച്ച് പാസ്റ്റിലാണ്. ടാൻജിരോ ഒരു കൊട്ട എടുത്തിട്ട് എങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും തൻ്റെ അമ്മ വന്നിട്ട് ടാൻജിരോ പോകല്ലേ, നിൻ്റെ മുഖത്താകെ കരിയാണെന്ന് പറഞ്ഞ് കരി തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയാണ്, ഈ മഞ്ഞിൽ പോയി വെറുതെ അപകടം വരുത്തി വെക്കേണ്ട മോനെ. അപ്പോൾ ടാൻജിരോ, ഇല്ലമ്മേ, ഈ മഞ്ഞുകാലത്ത് ആരും ജോലിക്ക് പോയില്ല, അതുകൊണ്ട് അവർക്ക് കരി ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ വില്ലേജിലേക്ക് പോയേ തീരൂ, പറ്റുന്നത്ര കരി ഞാൻ വിറ്റിട്ടെന്ന് വരുള്ളൂ എന്ന് അമ്മയോട് പറയാണ്. അപ്പോൾ അമ്മ സന്തോഷത്തോടെ താങ്ക് യു ടാൻജിരോ എന്ന് അമ്മ പറയുകയാണ്. അതേസമയം ടാൻജിരോയുടെ 2 അനിയന്മാരും ഒരു അനിയത്തിയും അവിടേക്ക് വന്നു. ചേട്ടാ, ഞങ്ങളുണ്ടെന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങളെയും കൂടി കൊണ്ടുപോകുമോ എന്ന് ടാൻജിരോയുടെ അനിയനും അനിയത്തിയും ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ പറയുന്നു, വേണ്ട, നിങ്ങൾക്ക് ടാൻജിരോയുടെ അത്ര വേഗത്തിലൊന്നും നടക്കാൻ കഴിയില്ല, കാരണം മഞ്ഞാണ്, ഉന്തുവണ്ടി പോലും കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ കുഴങ്ങുമ്പോൾ അതിൽ കയറി വരാൻ. അപ്പോൾ ടാൻജിരോയുടെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ അനിയത്തിയോട് പറയാണ്, അടുത്തോട്ടം പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകാൻ ഇപ്രാവശ്യം പറ്റത്തില്ല. അപ്പോൾ അനിയനോട് പറയാണ്, ഞാൻ വരുമ്പോൾ നിനക്ക് വേണ്ടി മുട്ടായികളൊക്കെ കൊണ്ടുവരാം. അപ്പോൾ അനിയനൊരു വിധത്തിൽ സന്തോഷമാവാണ്. പിന്നെ ടാൻജിരോ തൻ്റെ താക്കയോ എന്ന് പറയുന്ന അനിയനോട് പറയുകയാണ്, ഞാൻ വരുമ്പോഴത്തേക്കും നീ വിറകുകളൊക്കെ ഒന്ന് വെട്ടി വയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിറകുകളൊക്കെ ഞാൻ വെട്ടി വയ്ക്കാം, പക്ഷേ ഞാൻ വിചാരിച്ചു ചേട്ടനും കൂടി വന്നിട്ട് ഒപ്പം വെട്ടാമെന്ന്. അപ്പോൾ ടാൻജിരോ, പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ താക്കയോടെ തലയിൽ തടവി കൊടുക്കുകയാണ്. അപ്പോൾ താക്കയ്ക്ക് ഭയങ്കര ഒരു ദേഷ്യം വന്നിട്ട് എൻ്റെ തലേന്ന് കൈവിട് എന്ന് പറയുകയാണ്. അപ്പോൾ ടാൻജിരോ പിന്നെയും പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് പിന്നെയും തടവുകയാണ്. എന്നിട്ട് ടാൻജിരോ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നീട് വഴിയിൽ വെച്ച് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കണ്ട ടാൻജിരോയുടെ അനിയത്തി നെസുക്കോയെ കാണുന്നു. എന്നിട്ട് നെസുക്കോ, ഞാൻ റോക്കൂട്ടായി ഉറക്കുകയാണ്, ഇല്ലെങ്കിൽ ചേട്ടൻ പോകുമ്പോൾ ചേട്ടൻ്റെ കൂടെ ഞാൻ വന്നേനെ എന്ന് പറയുന്നു. എന്നിട്ട് നെസുക്കോ പറയുന്നു, അച്ഛൻ പോയതിൽ പിന്നെ ഇവൻ ഇങ്ങനെയാണ്, ചേട്ടനാണ് ഇപ്പോൾ കുടുംബത്തിലല്ല എന്ന് പറയുന്നു. അപ്പോൾ ടാൻജിരോ റോക്കൂട്ടയുടെ തലയിൽ തടവിയിട്ട് അവരോടും യാത്ര പറഞ്ഞ് ഗ്രാമത്തിലേക്ക് പോവാണ്. ഗ്രാമത്തിലേക്ക് എത്തുന്ന ടാൻജിരോയോട് ഒരു സ്ത്രീ പറയാണ്, ആ ടാൻജിരോ, ഈ മഞ്ഞുള്ള സമയത്ത് നീ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നോ, പനി പിടിക്കും. അത് സാരമില്ല എന്ന് ടാൻജിരോ പറയുന്നു. എന്നിട്ട് ടാൻജിരോ ആ സ്ത്രീയോട് കരി വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ വേണമെന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിലുള്ള ടാൻജിരോ എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ടവനാണ്. പിന്നെ ഒരു സ്ത്രീ ഒരു ചെറുക്കനെ അടിച്ച് മൂക്കുന്നൊക്കെ ചോര വരുത്തിയിട്ടുണ്ട്. എന്തിനാണെന്നല്ല, ആ സ്ത്രീയുടെ പ്ലേറ്റ് അവൻ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ പയ്യൻ ഓടി വന്നിട്ട്, ടാൻജിരോ എന്നെ രക്ഷിക്ക്, ഒന്ന് മണത്ത് നോക്കെന്ന് പറയാണ്. അപ്പോൾ ടാൻജിരോ ഒന്ന് മണത്തിട്ട് പറയാണ്, ഇതിവൻ ചെയ്തതല്ല, അതൊരു പൂച്ചയാണെന്ന് പറയാണ്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ മനസ്സിലാവും ടാൻജിരോയ്ക്ക് നല്ല രീതിക്ക് മണം പിടിക്കാനുള്ള കഴിവുണ്ടെന്ന്. അങ്ങനെ ആ സ്ത്രീ ആ പയ്യനെ വെറുതെ വിടുകയാണ്. ടാൻജിരോ ഗ്രാമത്തിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. ടാൻജിരോ മനസ്സിൽ തന്നെ വിചാരിക്കുന്നുണ്ട്, ഒരുപാട് വൈകി, പക്ഷേ കരിയെല്ലാം വിറ്റ് തീർന്നു എന്ന് മനസ്സിൽ വിചാരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന വഴി ടാൻജിരോയുടെ പിറകെ നിന്നൊരു വിളി കേട്ടു. ടാൻജിരോ നിൽക്ക്. അത് ഗ്രാമത്തിൽ നിന്നും കുറച്ച് അകലെ താമസിക്കുന്ന മിസ്റ്റർ സാബുറോ ആയിരുന്നു. എന്നിട്ട് സാബുറോ പറഞ്ഞു, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകണോ? എങ്കിൽ ടാൻജിരോ, നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകണ്ട. അപ്പോൾ ടാൻജിരോ പറഞ്ഞു, പറ്റില്ല, വീട്ടിലെല്ലാവരും ഒറ്റയ്ക്കാണ്, എനിക്ക് പോയേ തീരുന്നത് ടാൻജിരോ പറയാണ്. കൂടാതെ എനിക്ക് മണക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തിക്കോളാം, അപകടങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് മണത്തറിയാൻ സാധിക്കും. അപ്പം മിസ്റ്റർ സാബുറോ, ടാൻജിരോ നീ വാശി പിടിക്കണ്ട, ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. മിസ്റ്റർ സാബുറോ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, രാത്രി ഡീമൺസ് ഉണ്ടാവും. മിസ്റ്റർ സാബുറോ പറഞ്ഞത് കേട്ട് അന്ന് രാത്രി ടാൻജിരോ അവിടെ തങ്ങി. രാത്രിയിലെ അത്താഴം കഴിച്ചതിന് ശേഷം ടാൻജിരോ സാബുറോയോട് പറയുന്നു, മിസ്റ്റർ സാബുറോ, രാത്രിയിലെ അത്താഴത്തിന് നന്ദി. എന്നിട്ട് ടാൻജിരോ മിസ്റ്റർ സാബുറോയോട് ചോദിക്കുന്നു, ഈ ഡീമൺസ് എന്താണ് നമ്മളെ ചെയ്യുക? സാബുറോ പറയുന്നു, രാത്രി അയാൾ ഡീമൺസ് വരും, എന്നിട്ട് മനുഷ്യനെ കൊല്ലും, ഡീമൺസ് എന്നിട്ട് മനുഷ്യനെ തിന്നുകയും ചെയ്യും, അതുകൊണ്ടാണ് എല്ലാവരോടും രാത്രി ചുറ്റി കറങ്ങരുതെന്ന് പറയുന്നത്. എന്നിട്ട് സാബുറോ പറയുന്നു, ടാൻജിരോ നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ കിടക്കാം, നാളെ പുലർച്ചയ്ക്ക് ഇറങ്ങാനുള്ളതാണ്. കിടന്നതിന് ശേഷം ടാൻജിരോ സാബുറോയോട് ചോദിക്കുന്നു, മിസ്റ്റർ സാബുറോ, ഈ ഡീമൺസ് ഒന്നും വീട്ടിലേക്ക് വരില്ലല്ലോ? സാബുറോ പറയുന്നു, അതെ, അവർ വരും. അപ്പോൾ ടാൻജിരോ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഡീമൺസ് എല്ലാം മനുഷ്യനെ തിന്നില്ലേ? അപ്പോൾ മിസ്റ്റർ സാബുറോ പറയുന്നു, അതിനാണ് ഡീമൺ സ്ലേയേഴ്സ്, അവരാണ് നമ്മളെ ഡീമൺസിൽ നിന്ന് രക്ഷിക്കുന്നത് കുറേ വർഷങ്ങളായിട്ട്. എന്നിട്ട് സാബുറോ ടാൻജിരോയോട് പറയുന്നു, വിളക്കണയ്ക്കാനായി നീ കിടന്നോ. പക്ഷേ കിടന്നതിന് ശേഷം ടാൻജിരോ മനസ്സിലിങ്ങനെ പറയാണ്, പാവം മിസ്റ്റർ സാബുറോ, കുടുംബം ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും സാബുറോ ഇങ്ങനെ പറയുന്നത്, അടുത്ത വട്ടം വരുമ്പോൾ അനിയത്തിയെയും അനിയനെയും കൊണ്ടുവരണം.
പക്ഷെ സാബുറോ പറഞ്ഞ അതേ കാര്യം പണ്ട് എന്നോട് മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട്, ഡീമൺസിനെ പറ്റി. അങ്ങനെ പിറ്റേ ദിവസമാവാണ്. ടാൻജിറോ മിസ്റ്റർ സാബുറോയോട് നന്ദി പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്കുള്ള കുന്നിലേക്ക് നടക്കുകയാണ്. കുറേ നടന്ന് വീടിൻ്റെ അടുത്ത് എത്താനാകുമ്പോൾ ടാൻജിറോയ്ക്ക് ചോരയുടെ മണം നല്ലതുപോലെ കിട്ടുന്നുണ്ട്. ടാൻജിറോ ചെറിയ കതുപ്പോടെ ആണെങ്കിലും വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തി നോക്കുന്ന ടാൻജിറോ കാണുന്നത് തൻ്റെ അനിയത്തി നെസുക്കോ ഫ്രോക്കോട്ടോയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ്. അതും നിലത്തും ശരീരത്തും മൊത്തം ചോര. ടാൻജിറോയ്ക്ക് കൈയും കാലും മൊത്തം വിറയ്ക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ടാൻജിറോ അവൻ്റെ കൊട്ട തോളത്തുനിന്ന് അഴിച്ചെറിഞ്ഞ് അവരുടെ അടുത്തേക്ക് ഓടിച്ചിരുന്നു. എന്നിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ചോരയിൽ കുളിച്ചെടുക്കുന്നത് തൻ്റെ അമ്മയും സഹോദരങ്ങളും. കൂട്ടത്തിൽ കുറച്ച് ചൂടുണ്ടായിരുന്നത് നെസുക്കോയ്ക്ക് മാത്രമായിരുന്നു. അതുകൊണ്ട് ടാൻജിറോ അവളെ തോളത്തെടുത്ത് പറ്റുന്നത്ര വേഗത്തിൽ ഗ്രാമത്തിലേക്ക് ഓടുകയാണ്. രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അവളെങ്കിലും രക്ഷിക്കാമെന്ന് കരുതിയിട്ട് ടാൻജിറോയ്ക്ക് പറ്റുന്ന അത്ര വേഗത്തിൽ ഓടുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ടാൻജിറോ ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കും ഇവർക്ക് ഇത് പറ്റിയിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ മഞ്ഞുകാലത്ത് ഉറങ്ങാൻ പറ്റാത്ത വല്ല കരടിയും വന്നിട്ട് ചെയ്തതായിരിക്കുമോ? ഇതൊക്കെ ടാൻജിറോ പോകുന്ന വഴിയിൽ മനസ്സിൽ വിചാരിക്കുകയാണ്. മഞ്ഞ് വീഴുന്നത് കാരണം കാറ്റ് തണുത്തതായതുകൊണ്ട് ടാൻജിറോയ്ക്ക് ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല. അവൻ നെഞ്ച് നല്ലോണം വേദന എടുക്കുകയാണ്. എന്നാലും അവൻ പറ്റുന്നത്ര വേഗത്തിൽ സ്വന്തം അനിയത്തിയെ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗ്രാമത്തിലെത്താൻ ഇനിയും കുറേ ദൂരമുണ്ട്. ഇതേ സമയം നെസുക്കോ അവൻ്റെ പുറത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കളിക്കുകയാണ്. അപ്പോൾ ടാൻജിറോയ്ക്ക് ബാലൻസ് കിട്ടാതെ ഒരു ചെറിയൊരു കുഴി, ഒരു കൊക്കയല്ല എന്നാലും ഒരു കുഴി പോലത്തെ ഒരു അത്യാവശ്യം കുറച്ച് ഉയരമുള്ള ഒരു കുഴിയിലേക്ക് രണ്ടുപേരും ചാടുകയാണ്. ചാടിയ അതേ സമയം ടാൻജിറോ മനസ്സിൽ വിചാരിക്കുകയാണ്, വരാൻ കാരണം ഈ മഞ്ഞ്, ഞാനിപ്പോൾ ഈ രക്ഷപ്പെട്ടത് ഈ മഞ്ഞ് കാരണം. അതും മനസ്സിൽ വെച്ചിട്ട് ടാൻജിറോ പെട്ടെന്ന് എണീക്കുകയാണ്. എണീച്ചതിന് ശേഷം നെസുക്കോനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പക്ഷെ നെസുക്കോ അവൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. നെസുക്കോനെ കണ്ട ടാൻജിറോ, നെസുക്കോ വാ നമുക്ക് പോവാം, ഗ്രാമത്തിലേക്ക് പോവാം, കയറ്, ഏട്ടൻ്റെ പുറത്ത് കയറുന്ന് പറയാണ്. പക്ഷെ നെസുക്കോ അപ്പോഴത്തേക്കും ഒരു ഡീമൺ ആയിട്ടുണ്ടായിരുന്നു. മറ്റൊരു ഡീമൻ്റെ ബ്ലഡ് കാരണമാണ് നെസുക്കോ ഇപ്പോൾ ഡീമൺ ആയിട്ടുള്ളത്. നെസുക്കോ ടാൻജിറോയുടെ മേത്ത് ചാടി വീണ് കടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ടാൻജിറോ അവൻ്റെ കരയിലുണ്ടായിരുന്ന കോടാലി എടുത്ത് അവളുടെ വായിൽ വെച്ചെടുക്കുകയാണ്. ടാൻജിറോ പരമാവധി തള്ളി പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നെസുക്കോ ഒരു ഹ്യൂമൻ അല്ല, അവളിപ്പോൾ ഒരു ഡീമൺ ആണ്. അതുകൊണ്ട് തന്നെ നെസുക്കോ ഓവർ പവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ശരീരം മൊത്തം വലുതാവുകയും ശക്തി കൂടുകയും ചെയ്തുകൊടുക്കുക. ടാൻജിറോയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ടാൻജിറോ മനസ്സിലൊരു കാര്യം വിചാരിക്കുന്നുണ്ട്, നെസുക്കോ ഒരു ഡീമൺ ആണോ? അല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. നെസുക്കോ ഒരു ഡീമൺ അല്ല, കാരണം ഇവിടെ ജനിക്കുമ്പോൾ ഒരു ഹ്യൂമൻ ആണ്. അല്ല, നെസുക്കോ അല്ല, അവിടെ എനിക്ക് മറ്റെന്തിൻ്റെ ഒരു മണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നെസുക്കോ ഡീമൺ ആയത്. പാവൻ നെസുക്കോ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടാവും. ഞാൻ മിസ്റ്റർ സാബുറോയുടെ വീട്ടിലായിരുന്നപ്പോഴായിരിക്കും ആ ഡീമൺ ഇവരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. ഞാൻ എന്തൊരു ക്രൂരനാണ്, ആ സമയം എനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ടാൻജിറോ മനസ്സിൽ വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാൻജിറോ നെസുക്കോയോട് നിലവിളിച്ചുകൊണ്ട് പറയാണ്, നെസുക്കോ അരുത്, കുറച്ചു നേരം കൂടി പിടിച്ചു നിൽക്കുക, അരുത്, ചെയ്യരുത്, ഒന്ന് മാറി നിൽക്ക് നെസുക്കോ എന്നിങ്ങനെ പറയുമ്പോൾ അതേസമയം നെസുക്കോയും കരയാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നെസുക്കോക്ക് എവിടെയോ ടാൻജിറോയോടുള്ള സ്നേഹവും ഓർമ്മയും ഉണ്ട്. അതേസമയം ഒരാൾ ഇങ്ങനെ ഓടി വരികയാണ്. അവൻ്റെ കയ്യിലൊരു സോഡുണ്ട്. അവൻ നെസുക്കോനെ നോക്കി ഒരൊറ്റ വെട്ട്. ഭാഗ്യത്തിന് ടാൻജിറോ അവളെ തള്ളി മാറ്റും. നെസുക്കോയുടെ തലയ്ക്ക് പകരം ടാൻജിറോയുടെ മൂടിയാണ് പോവുക. അവൻ്റെ ആ സോഡ് നിലത്തൊന്ന് പതിക്കുമ്പോൾ അത്രയും ശക്തിയിലാണ് വന്ന് പതിക്കുക. അപ്പോൾ അവിടെ വെച്ച് മനസ്സിലാക്കാം അവൻ്റെ ഡീമൺ സ്ലെയറാണ്. അപ്പോൾ വന്ന ഡീമൺ സ്ലെയർ ടാൻജിറോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അവളെ രക്ഷിച്ചത്? അപ്പോൾ ടാൻജിറോ പറയാ, ഇവളെൻ്റെ പെങ്ങളാണ്, പേര് നെസുക്കോ. അപ്പോൾ ആ ഡീമൺ സ്ലെയർ പറയാ, ഈ സാധനത്തിനെയാണോ നീ പെങ്ങളാണെന്ന് പറയുന്നത്? അതേസമയം ആ ഡീമൺ സ്ലെയർ ഓടി വന്ന് ടാൻജിറോയുടെ കയ്യിൽ നിന്നും നെസുക്കോനെ പിടിച്ചു വാങ്ങുകയാണ്. അപ്പോൾ നെസുക്കോക്ക് അനങ്ങാൻ കഴിയുന്നില്ല, കാരണം അവൻ എന്തോ ഒരു പിടിയാണ് പിടിച്ചത്. അപ്പോൾ ആ ഡീമൺ സ്ലെയർ ടാൻജിറോയോട് പറയാണ്, ഡീമൻസിനെ കൊല്ലുന്നതാണ് എൻ്റെ ജോലി. ഞാനിപ്പോൾ ഈ സാധനത്തിനെ കൊന്നിട്ടില്ലെങ്കിൽ ഇത് മനുഷ്യന്മാരെ പോയി കൊല്ലും, അതുകൊണ്ട് എനിക്കിപ്പോൾ അവളെ കൊല്ലണം. അപ്പോൾ ടാൻജിറോ പറയാണ്, ഇല്ല, അവൾ ആരും കൊന്നിട്ടില്ല. എൻ്റെ വീട്ടിലൊരു അപരിചിതമായ ഒരു മണം ഉണ്ടായിരുന്നു, അതാണ് എൻ്റെ കുടുംബത്തെ നശിപ്പിച്ച് എൻ്റെ പെങ്ങളെ ഡീമൺ ആക്കിയത്. അപ്പോൾ ഡീമൺ സ്ലെയർ പറയാണ്, അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഒരു തവണ ഡീമൺ ആയാൽ പിന്നെ അവർക്ക് ബന്ധുക്കളെയോ കുടുംബങ്ങളെയോ ഓർമ്മയുണ്ടായില്ല. ഇവർ ചോര കുടിക്കുന്നതിലൂടെ ഇവർക്ക് ന്യൂട്രിയൻസും ശക്തിയൊക്കെ കിട്ടും, അതുകൊണ്ടാണ് ഇവർ മനുഷ്യരെ കൊല്ലുന്നത്. ടാൻജിറോ, നെസുക്കോ ഒരിക്കലും മനുഷ്യനെ തിന്നില്ല. അപ്പോൾ ഡീമൺ സ്ലെയർ പറയാണ്, അപ്പം നീ കുറച്ചു നേരം മുന്നേ കണ്ടതല്ലേ, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ അവൾ നിന്നെ തിന്നേനെ. അപ്പോൾ ടാൻജിറോ പറയാണ്, അല്ല, എനിക്ക് ഉറപ്പുണ്ട്, അവൾ ആരെയും തിന്നില്ല, അവൾ ആരെയും ഉപദ്രവിക്കാതെ ഞാൻ നോക്കിക്കോളാം, മൊത്തം എൻ്റെ ചുമതലയാണ്, ഞാൻ നെസുക്കോയെ തിരിച്ചൊരു മനുഷ്യയാക്കും. അപ്പോൾ ഡീമൺ സ്ലെയർ ചിരിച്ചുകൊണ്ട് പറയാണ്, ഒരു വട്ടം ഡീമൺ ആയാൽ പിന്നെ ഒരിക്കലും അവർ മനുഷ്യരാവില്ല. അത് പറഞ്ഞുകൊണ്ട് ആ ഡീമൺ സ്ലെയർ നെസുക്കോയുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ്. അപ്പോൾ ടാൻജിറോ അലറി വിളിച്ചുകൊണ്ട് കൊല്ലരുത് എന്ന് പറയും. എന്നിട്ട് നോക്കുമ്പോൾ ടാൻജിറോ അവിടെ മുട്ട് കുത്തിയിരുന്നു. എന്നിട്ട് ടാൻജിറോ കാല് പിടിച്ച് പറയാണ്, എൻ്റെ അനിയത്തിയെ കൊല്ലരുത്, അവളെ ഞാൻ എങ്ങനെയും മനുഷ്യയാക്കിക്കോളാം, പ്ലീസ് കൊല്ലരുത് എന്ന് പറഞ്ഞ ടാൻജിറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കരച്ചിലാട്ട ഡീമൺ സ്ലെയറിന് ആകെപ്പാടെ ദേഷ്യം പിടിച്ചിട്ട് ഡീമൺ സ്ലെയർ അവനെ നോക്കി പറയാണ്, മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കലടാ മണ്ട, ആദ്യം നീ നിന്റെ ഈ വൃത്തിയുടെ കരച്ചിലോ നിർത്തും, അതുകൊണ്ട് യാതൊരു ഉപകാരമില്ല. ഇതുപോലെയുള്ള നീ നിന്റെ പെങ്ങളെ എങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്നത്? ഇതുപോലെ കമന്ന് കിടന്ന നിന്റെ എതിരാളി നിന്റെ കഴുത്തറുത്തോണ്ട് പോകും. ഇങ്ങനെയുള്ളമാർക്ക് ആരും വില കൊടുക്കില്ല, പ്രത്യേകിച്ച് ഞാൻ കൂടി വില കൊടുക്കില്ല. ഈ ലോകത്തെ ദുർബലന്മാർക്ക് യാതൊരു യോഗ്യതയില്ല. അവരുടെ യോഗ്യത മറ്റുള്ളവന്റെ കാൽ കീഴിനടിയിലാണ്.
എന്തിനാണ് ഞാൻ വന്നപ്പോൾ നീ തിരിഞ്ഞു കിടന്നത്? നിന്റെ മഴുവെടുത്ത് എറിയാമായിരുന്നില്ലേ? ഈ മണ്ടത്തരങ്ങ കാരണമാണ് നിന്റെ അനിയത്തിന്റെ കയ്യിലിരിക്കുന്നത്. ഇതൊക്കെ കേട്ട ടാഞ്ചിരോ പൊട്ടിക്കരയും. അപ്പോൾ ഡീമൺ സ്ലെയർ മനസ്സിൽ പറയും, കരയരുത്, നിന്റെ വിഷമം എനിക്കറിയാം. നിന്റെ കുടുംബം മുഴുവൻ മരിച്ചു, നിന്റെ പെങ്ങളൊരു ഡീമണായി, വേദനിക്കരുത്, അതിനുള്ള സമയമല്ലേ. നിനക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ഞാനൊരു 1/2 ദിവസം മുന്നേ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നിന്റെ കുടുംബം ഇപ്പോൾ ജീവനോട് ഉണ്ടായിരുന്നേനെ. ഇത് പറഞ്ഞ് ഡീമൺ സ്ലെയർ അവളുടെ നെഞ്ചത്തേക്ക് ആ കത്തി കുത്തി ഇറക്കുകയാണ്. അത് കണ്ടു നിന്ന് ടാഞ്ചിരോ അവൻ്റെ കയ്യിൽ കിട്ടിയൊരു കല്ല് ആ ഡീമൺ സ്ലെയറിന് നേരെ എറിഞ്ഞു. എന്നിട്ട് അവൻ്റെ ആ കോടാലി ഒരു കല്ലും എടുത്ത് ആ ഡീമൺ സ്ലെയറിന് നേരെ വരാതെ കറങ്ങി ഓടി വരികയാണ്. എന്നിട്ടൊരു മരത്തിന്റെ ബാക്കിലെത്തുമ്പോൾ ടാഞ്ചിരോ ആ കല്ലെടുത്ത് ആ ഡീമൺ സ്ലെയറിന് നേരെ എറിയാണ്. അത് തട്ടാതിരിക്കാൻ വേണ്ടി ആ ഡീമൺ സ്ലെയർ മാറി നിൽക്കും. ടാഞ്ചിരോ അവന്റെ കയ്യിൽ പിടിച്ച ആ കോടാലി കൊണ്ട് ആ ഡീമൺ സ്ലെയറിനെ വെട്ടാൻ വരികയാണ്. വിഡി എന്ന് പറഞ്ഞ് ഡീമൺ സ്ലെയർ അവന്റെ ആ സോഡ് വെച്ച് ടാഞ്ചിരോയുടെ പുറത്തൊരൊറ്റ കുത്തിടും. ടാഞ്ചിരോ ബോധം കെട്ട് നിലത്ത് കിടന്നു. അപ്പോൾ ഡീമൺ സ്ലെയർ അവന്റെ കയ്യിലുള്ള ആ കോടാലി ശ്രദ്ധിച്ചു. ആ ഡീമൺ സ്ലെയർ നോക്കുമ്പോൾ ടാഞ്ചിരോയുടെ കയ്യിൽ ആ കോടാലി ഇല്ല. അതേസമയം ആ കോടാലി ഡീമൺ സ്ലെയറിന്റെ തലയ്ക്ക് നേരെ വന്ന് പതിക്കും. ഇപ്പോഴാണ് ആ ഡീമൺ സ്ലെയർ കാര്യം ഓർക്കുന്നത്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, ആ മരത്തിന്റെ ബാക്കിലെത്തിയപ്പോൾ ആ കല്ലിന്റെ ഒപ്പം ആ കോടാലി എറിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കണ്ടില്ല. പിന്നെ അവൻ എന്റെ നേർക്ക് വന്നപ്പോൾ അവന്റെ കയ്യിൽ ആ കോടാലി ഉള്ളതായി എന്നെ വിശ്വസിപ്പിച്ചു. എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ലെന്ന് ഇവനറിയാം. സ്വയം ജീവൻ കൊടുത്ത് എന്നെ തോൽപ്പിക്കാനായിരുന്നു ഇവന്റെ പ്ലാൻ. അതേസമയം നെസുകോ ആ ഡീമൺ സ്ലെയറിന്റെ കയ്യിൽ നിന്നും പിടിവിട്ട് ടാഞ്ചിരോയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അപ്പൊ ഡീമൺ സ്ലെയർ കരുതി നെസുകോ അവനെ കടിക്കാൻ ചെല്ലുകയാണെന്ന്. പക്ഷേ നെസുകോ അവനെ സംരക്ഷിക്കുകയായിരുന്നു. അത് കണ്ട് ഡീമൺ സ്ലെയറിന് അന്തം വിട്ടുപോയി. എന്നിട്ട് ആ ഡീമൺ സ്ലെയർ മനസ്സിൽ വിചാരിക്കുകയാണ്, ആരെങ്കിലും ഡീമൺ ആയാൽ പിന്നെ അവർക്ക് യാതൊരു ഓർമ്മയും ഉണ്ടാവില്ല, അവർ ആരെ കിട്ടിയാലും കൊല്ലും. എന്നാൽ ഇവൾ അങ്ങനെയല്ല. പക്ഷെ ഇവൾക്ക് മുറി വെച്ചിട്ട് അത് ഉണക്കാനെങ്കിലും ഇവൾക്ക് രക്തം എന്നിട്ടും ഇവളുടെ ചേട്ടനെ സംരക്ഷിക്കുന്നു. ഇത് പറഞ്ഞു നിന്ന ഡീമൺ സ്ലെയർ അപ്പൊ തന്നെ നെസുകോയുടെ കഴുത്തിനൊരു തട്ട് കൊടുക്കുകയാണ്. അപ്പൊ നെസുകോയും ബോധം കെട്ടു പോവാണ്. എന്നിട്ട് ടാഞ്ചിരോ എഴുന്നേക്കുന്ന ടാഞ്ചിരോയുടെ മുന്നിൽ നെസുകോ ഉണ്ട്. നെസുകോയുടെ വായിൽ ഒരു ബാമ്പു വെച്ചിട്ടുണ്ട്. അത് ആ ഡീമൺ സ്ലെയർ വെച്ചതായിരുന്നു. കാരണം നെസുകോ അഥവാ ആരെങ്കിലും കടിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു. ടാഞ്ചിരോ എണീറ്റപ്പോൾ ഡീമൺ സ്ലെയർ ടാഞ്ചിരോട് പറയാണ്, നീ സാഗിരി മലയുടെ താഴത്ത് താമസിക്കുന്ന സക്കോഞ്ചി ഉറോക്കോഡോക്കി എന്ന വൃദ്ധനെ പോയി കാണണം. അദ്ദേഹത്തോട് ഗിയു ടൊമിയോ ഒക്കെ പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയണം. മേഘം മൂടി നിൽക്കുന്നതുകൊണ്ട് തൽക്കാലം അവൾക്ക് കുഴപ്പമില്ല. അവളെ ഒരിക്കലും സൂര്യപ്രകാശം തട്ടിക്കരുതെന്ന് ഗിയു പറയുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ഡീമൺ സ്ലെയർ പെട്ടെന്ന് നടന്നു പോവാണ്. അതിനുശേഷം ടാഞ്ചിരോ തന്റെ വീടിന്റെ അടുത്ത് തന്റെ അമ്മയെയും സഹോദരങ്ങളെയും അടക്കിയതിനു ശേഷം നെസുകോയുടെ കൈയും പിടിച്ച് ഡീമൺ സ്ലെയർ ഗിയു പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഗൈസ്, എപ്പിസോഡ് 2 കാണാൻ താല്പര്യമുള്ളവർ ചാനൽ ഇപ്പൊ